Good morning, good afternoon, good evening, whenever you're watching this video. Let us continue our discussions on characteristic impedances, transmission lines, and on input impedance. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ചിരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സ്വഭാവം ട്രാൻസ്മിഷൻ ലൈനിന് ഉണ്ടാവും. അതിന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് ട്രാൻസ്മിഷൻ ലൈനിൽ കറണ്ട് ഫോർവേഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് അക്രോസ് ഒരു V0 പ്ലസ് ഇ ടു ദ പവർ മൈനസ് ഗാമ സെഡ് കറണ്ട് I0 പ്ലസ് ഇ ടു ദ പവർ മൈനസ് ഗാമ സെഡ് എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്മിഷൻ ലൈനിൽ ഫോർവേഡ് കറണ്ട് ഇക്വേഷൻസ് എങ്ങനെ വരുമെന്നും റിവേഴ്സ് ഡയറക്ഷനിൽ ബാക്ക്വേർഡ് കറണ്ട് പോകുമ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് ഫോർവേഡ് ഡയറക്ഷൻ തന്നെ അസ്യൂം ചെയ്തുകൊണ്ട് കറണ്ട് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇത് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇക്വേഷൻസ് ഒരു സൂപ്പർപോസിഷൻ ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻസ് ആയിരിക്കും എന്ന അസംഷനിൽ നമ്മൾ ഇക്വേഷൻസ് 1 ആൻഡ് 2 എന്ന് ഇപ്പം വിളിക്കാം. രണ്ട് ഇക്വേഷൻസും നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കാം. റേഡിയോയിൽ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നു, എങ്ങനെയാണെന്ന് നോക്കാം. സോ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് തൽക്കാലം ഇത് യേശുദാസ് ആണെന്ന് വിചാരിക്കും. യേശുദാസ് പാട്ട് പാടുന്നു. പാട്ട് ഒരു മൈക്രോഫോണിനകത്തേക്ക് കയറി ഈ മൈക്രോഫോൺ സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി സോ ഒരു കറണ്ട് ആയിട്ട് വരുന്നു. ഈ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മില്ലി ആംപിയേഴ്സ് റേഞ്ചിലായത് കാരണം അതിനെ ഒന്ന് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് പിന്നെ നമ്മളുടെ മോഡുലേഷൻ പ്രോസസ്സസ് ഒക്കെ ചെയ്ത് പവർ ആംപ്ലിഫയർ വെച്ച് സിഗ്നലിന്റെ സ്ട്രെങ്ത്തും നല്ലോണം ആംപ്ലിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിലേക്ക് കയറ്റിവിടുന്നു. ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഒരു സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓഫീസിലായിരിക്കും. പവർ ആംപ്ലിഫയറിൽ നിന്നും വരുന്ന സിഗ്നൽ ശരിക്കും ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് 2 വയർ ആകാം, കോയാക്സിൽ ആകാം, അങ്ങനെ പല പല എക്സാമ്പിൾസ് ഉണ്ടാവും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ ഇത് പോയി ഒരു ആന്റിനയിലേക്ക് എത്തുന്നു. ആന്റിനയുടെ മുകളിലേക്ക് ഈ 2 വയേഴ്സ് കണക്ട് ചെയ്യുന്നു. ആന്റിന ഇത് റേഡിയേറ്റ് ചെയ്യുന്നു. ദൂരെ എവിടെയോ ഒരു 25 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ വീട്ടിനകത്തിരിക്കുന്നു. ഒരു റേഡിയോ ഉണ്ട്, നമ്മുടെ പഴയ റേഡിയോ, ട്യൂണിംഗ് റേഡിയോ ഉണ്ട്. ഇപ്പം ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ റേഡിയോയിൽ എത്തുന്നു. റേഡിയോയ്ക്കകത്ത് ഈ ഡീമോഡുലേഷൻ പ്രോസസ്സുകളെല്ലാം സംഭവിച്ച് റേഡിയോയുടെ സ്പീക്കറിൽ നിന്നും വീണ്ടും ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും സൗണ്ട് എനർജിയായി വരുന്നു. ഇവിടെ നമ്മൾ അത് കേട്ട് ആസ്വദിക്കും. ഇതാണ് ജനറലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൽ നടക്കുന്ന പ്രോസസ്സ്. അതിനകത്ത് ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കണ്ട 2 വയേഴ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സിനെ നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈനിനകത്ത് നമ്മൾ ജനറലി ജനറേറ്റർ എന്ന ഒരു കൺസെപ്റ്റിലായിരിക്കും വിളിക്കുന്നത്. ആൻഡ് നമ്മൾ ആ ജനറേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടും ഒരു ഇംപിഡൻസുമായിട്ടുമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു VG വോൾട്ടേജ് സോഴ്സും ഒരു ZG ഇംപിഡൻസും ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്മിഷൻ ലൈൻ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാകും. ആ ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ സിഗ്നൽ പോകുന്നു. ലോഡായിട്ട് നമ്മൾ കാണുന്ന ടെർമിനേറ്റിംഗ് ലോഡായിട്ട് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ആന്റിന ആയിരിക്കും. സോ ആന്റിനയ്ക്ക് ആന്റിനയുടേതായിട്ടുള്ള ഒരു ഇംപിഡൻസ് ഉണ്ടാവും. ആ ഇംപിഡൻസിനെ നമ്മൾ ലോഡ് ഇംപിഡൻസ് എന്നും വിളിക്കുന്നു. ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോസിറ്റീവ് Z ഡയറക്ഷനിൽ ഇരിക്കുന്നു. Z ഈക്വൽ ടു 0-യിൽ ലോഡ് ഇരിക്കുന്നു. ആൻഡ് ബാക്ക്വേർഡ്സിൽ Z ഈക്വൽ ടു -L എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ നമ്മളുടെ ജനറേറ്റർ ഇരിപ്പുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ മേ ബി നടുക്കത്തെ ഏതോ ഒരു പൊസിഷൻ, എനിക്ക് ഏത് ഡിസ്റ്റൻസ് ആണെന്ന് എനിക്കറിയില്ല. ആ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ തൽക്കാലം -D എന്ന് വിളിച്ചോട്ടെ. D എന്ന് പറയുന്ന ഏതോ ഒരു ഡിസ്റ്റൻസിൽ സംവെയർ ലൈക്ക് ഇൻ ദ മിഡിൽ പോയിന്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ ഒരു പോയിന്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഈ അസംഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ബേസിക്കലി ഈ ഒരു ഫിഗർ മനസ്സിലുണ്ടാവണം, ട്രാൻസ്മിഷൻ ലൈനിന്റെ ഉണ്ടാവണം. അടുത്ത മോഡ്യൂളിലേക്ക് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ. സോ ഇൻ ജനറൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ലൈനിന്റെ ജനറൽ ഇക്വേഷൻസ് നമ്പർ 1 and 2 എന്ന് നമ്മൾ നേരത്തെ വിളിച്ചിരുന്നു. ഈ ട്രാൻസ്മിഷൻ ലൈനിന്റെ സോഴ്സ് എൻഡ്, ഈ അറ്റത്തിനെ നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ ജനറേറ്റർ എൻഡ് എന്നും ഇതിനെ നമ്മൾ ലോഡ് എൻഡ് എന്നും, ഈ അറ്റത്തിനെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിന്റെ ലോഡ് എൻഡ് എന്നും
വിളിക്കുന്നു. ഈ ട്രാൻസ്മിഷൻ ലൈനിനകത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇൻ ജനറൽ അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് ഇതാണ് നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈനിലുള്ള വോൾട്ടേജ്, അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് ഇതാണ് നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈനിലുള്ള കറണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി ഇരിക്കുകയാണ്. ഞാൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം നോക്കാം. നമുക്ക് അറ്റ് ദ ലോഡ് എൻഡ് എത്രയാണ് വോൾട്ടേജും കറണ്ടും ഉള്ളത് എന്നൊന്ന് അസ്യൂം ചെയ്യാം. അറ്റ് ദ ലോഡ് എൻഡ് എന്ന് പറഞ്ഞാൽ Z ഈക്വൽ ടു 0 ആണ്. കാരണം ഈ ഒരു പോയിന്റിൽ Z ഈക്വൽ ടു 0 ആണ്. എൻ്റെ ലോഡ് ഇരിക്കുന്ന പോയിന്റിലുള്ള വോൾട്ടേജ് എത്രയാ, കറണ്ട് എത്രയാണ് എന്നാണ് ഞാൻ അസ്യൂം കണ്ടുപിടിക്കാൻ പോകുന്നത്. അറ്റ് Z ഈക്വൽ ടു 0 വോൾട്ടേജ് എന്ന് പറയുന്നത് ഇനി എനിക്ക് ലോഡ് വോൾട്ടേജ് എന്നും അവിടെ ഉള്ള കറണ്ടിനെ ലോഡ് കറണ്ട് എന്നും വിളിക്കാം. ലോഡ് ഇമ്പിഡൻസിനകത്ത് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജും ലോഡ് ഇമ്പിഡൻസിനുള്ളിലേക്ക് പോകുന്ന കറണ്ടും എത്രയാണെന്നാണ് ഈ ഒരു ഇക്വേഷനകത്ത് Z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരാൻ പോകുന്നത്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ ടു ദ പവർ മൈനസ് ഗാമ 0 ആൻഡ് ഇ ടു ദ പവർ പ്ലസ് ഗാമ 0 എന്ന് പറയുമ്പോൾ BL ലോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 പ്ലസ് ഇൻറ്റു ഇ ടു ദ പവർ 0 ഇസ് 1 അല്ലേ, പ്ലസ് V0 മൈനസ്, കാരണം ഇവനും 1 ആയിപ്പോയി. Let me call this equation number 3. അതേപോലെ my equation number 2 എന്ന് പറയുന്നത് is going to look like IL load current is equal to V0 plus divided by Z0 e to the power 1i by minus V0 minus divided by Z0 ബാക്കി 1 ആയിപ്പോയി. I'm going to call this equation number 4. Okay, so at load end എനിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 4നെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. I'm going to write this as V0 plus minus V0 minus is equal to Z0 into IL. ശരി തന്നെയാണല്ലോ രണ്ടും. ഞാൻ ഇതിനെ തൽക്കാലം 4a എന്ന് വിളിച്ചോട്ടെ. ഞാൻ ഈ ഒരു ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. V0 ഇക്വേഷൻ 3നെ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. V0 പ്ലസ് പ്ലസ് V0 മൈനസ് ഇസ് ഈക്വൽ ടു VL. തിരിച്ചൊന്ന് എഴുതിയെന്നേ ഉള്ളൂ, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇതാണ് ഞാൻ ഇപ്പം എൻ്റെ പുതിയ ഇക്വേഷൻ, റിവൈസ്ഡ് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4a. എൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പണി ഇവിടെ ഒപ്പിക്കാൻ പോവാണ്. ഞാൻ തൽക്കാലം 3 പ്ലസ് 4നെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. 3 പ്ലസ് 4നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 2V0 plus is equal to VL plus Z0 IL. Or I can say that V0 plus is equal to 1 by 2 times VL plus Z0 IL. Right? ഞാൻ തൽക്കാലം ഇവനെ ഇക്വേഷൻ നമ്പർ 5 എന്ന് വിളിക്കുന്നു. അതേപോലെ ഞാൻ വേറൊരു പണിയും കൂടെ ഒപ്പിക്കാൻ പോവാണ്. ഞാൻ ഇക്വേഷൻ നമ്പർ 3 മൈനസ് 4 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 3 മൈനസ് 4 ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് V0 മൈനസ് 2 V0 minus 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 V0 minus is going to be 2V0 minus is equal to VL minus Z0 IL. അതായത് my V0 minus is going to be equal to 1 by 2 times VL minus Z0 IL. ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിക്കാൻ പോകും. വാവ്, അപ്പോൾ എനിക്ക് നല്ല രണ്ട് ഭംഗിയുള്ള ഇക്വേഷൻസ് കിട്ടി. Now ഈ ഇക്വേഷൻ നമ്പർ 6 ആൻഡ് 5നെ ഞാനൊന്ന് ഇക്വേഷൻ നമ്പർ 1-നകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. പുതിയ പേജ് എടുക്കാം. നമുക്ക് ഇക്വേഷൻ 5 ആൻഡ് 6നെ 1 ആൻഡ് 2-നകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. VZ is now going to be equal to V0 plus എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 5. So 1 by 2 times VL plus Z0 IL into e to the power minus gamma Z plus V0 minus is 1 by 2 VL minus Z0 IL to the power e to the power plus gamma Z.
ഇത് ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് ഞാൻ വിളിക്കുന്നു. ആൻഡ് എൻ്റെ കറണ്ട് ഇക്വേഷൻ തൽക്കാലം ഞാൻ എഴുതുന്നില്ല. നമുക്ക് ഇതിനെ ഒന്ന് അസ്യൂം ചെയ്ത് നമുക്ക് അതിനെ ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് അടുത്തതും എഴുതാൻ പറ്റും, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. നമ്മുടെ മെഷർമെൻറ്റ് Z ഈക്വൽ ടു 0 പോയിന്റിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ബാക്ക്വേർഡ്സ് ഒന്ന് ഞാൻ കോമ്പ്യൂട്ട് ചെയ്ത് ഞാൻ ഫോർ എക്സാമ്പിൾ Z ഈക്വൽ ടു -D എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, മൈനസ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ്സ് കൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. Z ഈക്വൽ ടു D എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് പോയിന്റിൽ ഞാൻ ഇതേ വാല്യൂസ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒന്ന് കോമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ V ഓഫ് Z എന്ന് പറയുന്നത് ഇപ്പം -D ആയി മാറി. ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു DL പ്ലസ് Z0 IL e to the power minus gamma minus D into minus D. ഇത് രണ്ടും കൂടെ പ്ലസ് ആയി. അപ്പം e to the power gamma D ആയി മാറി. പ്ലസ് 1/2 into DL minus Z0 IL e to the power gamma minus D. അപ്പം D മൈനസ്. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 7A എന്ന് വിളിക്കട്ടെ. സപ്പോസ് ഞാൻ ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ എൻ്റെ V ഓഫ് -D എന്ന് പറയുന്നതിനെ VL ഇൻറ്റു e to the power gamma D പ്ലസ് e to the power minus gamma D divided by 2 plus Z0 IL into e to the power gamma D minus e to the power minus gamma D divided by 2. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 8 എന്ന് വിളിക്കുന്നു. ഇത് ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ എവിടെയോ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ എക്സ്പ്രഷനെയും ഞാൻ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ട്രിഗ്നോമെട്രി അറിവനുസരിച്ച് ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ ഹൈപ്പർബോളിക് കോസ് ഗാമ ഡി എന്നും e to the power gamma d minus e to the power minus gamma d by 2 എന്നെ ഹൈപ്പർബോളിക് സൈൻ ഓഫ് ഗാമ ഡി എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ നമ്പർ 8 is going to look like V of minus D at the point minus D is equal to VL hyperbolic cos gamma D plus Z0 IL hyperbolic sin gamma D. Let me call this equation number 9. ഇതേ ഒരു പ്രോസസ് അനുസരിച്ച് വെരി സിമിലർലി I will be able to obtain the current at the point minus D equal to IL hyperbolic cos gamma D plus VL divided by Z0 hyperbolic sin gamma D. Let me call this equation number 10. നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 9ഉം 10ഉം അറ്റ് സം പോയിന്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് സം പോയിന്റ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ ഇംപിഡൻസ് എന്ന് പറയുന്നത് Z at minus D എന്ന് പറയുന്നത് is going to be V of D divided by I of D. ആ ഒരു പോയിന്റിലുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആ പോയിന്റിലുള്ള കറണ്ട് ആയിരിക്കും ആ പോയിന്റിലുള്ള ഇംപിഡൻസ്. അതായത് ഇക്വേഷൻ 9 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 10 ആയിരിക്കും ഇംപിഡൻസ് എന്ന് പറയുന്നത്. എങ്കിൽ എൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് is going to be VL hyperbolic cos gamma D plus Z0 IL hyperbolic sin gamma D divided by IL hyperbolic cos gamma D plus VL divided by Z0
hyperbolic sine of gamma d, which I'm going to call equation number 11. അപ്പം ഞാൻ ഈ ഡിവൈഡഡ് ബൈ z0നെ ഒന്ന് മുകളിലേക്ക് എടുത്ത് ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എനിക്ക് കിട്ടും that the z at the point minus d എന്ന് പറയുന്നത് is going to be ഒരു വലിയ z0 into ന്യൂമറേറ്റർ അങ്ങനെ തന്നെ നിൽക്കും cos gamma d plus z0 il sine hyperbolic sine gamma d divided by ഇവിടെ ഒരു z0 il hyperbolic cos gamma d plus bl hyperbolic sine gamma d. Let me call this equation number 12. Now ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിലേക്ക് ഡിവൈഡ് ചെയ്യാം by IL hyperbolic cos gamma d on RHS of 12. ഇത് എൻ്റെ ഇംപിഡൻസ് അറ്റ് ദ പോയിന്റ് D എന്ന് പറയുന്നതിനെ Z0 into BL cos hyperbolic cos gamma d divided by IL hyperbolic cos gamma d എന്ന് പറയുമ്പം hyperbolic cos gamma d രണ്ടും വെട്ടിപ്പോയി BL divided by BL divided by IL എന്ന് പറയുന്നത് is ZL, voltage by current എന്ന് പറയുന്നത് is impedance ZL plus Z0 IL sin H gamma d divided by hyperbolic cos gamma d IL വെട്ടിപ്പോയി sin divided by cos ഇവിടെ Z0 നിപ്പുണ്ടാകും Z0 sin divided by cos is hyperbolic tan gamma d divided by the denominator രണ്ടുപേരും വെട്ടിപ്പോയി so Z0 plus V by L എന്ന് പറയുന്നത് is ZL sin by cos എന്ന് പറയുന്നത് is hyperbolic tan gamma d is my equation number 13. ട്രാൻസ്മിഷൻ ലൈനിൽ ഏതോ ഒരു ഡിസ്റ്റൻസ് ഡിയിൽ ഉണ്ടാകുന്ന ഇംപിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ലെറ്റ് us go the full length. നമ്മുടെ ഇങ്ങേ അറ്റത്ത് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇങ്ങേ അറ്റത്ത് ഡിസ്റ്റൻസ് L ഓർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് -L, ഇത് ബാക്ക്വേർഡ് ഡയറക്ഷനാണ് ഈ മൈനസ് കാണിക്കുന്നത്. ഓർ അറ്റ് ദ ഡിസ്റ്റൻസ് L എന്ന് പറയുന്നത് is the starting of the transmission line. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ട്രാൻസ്മിഷൻ ലൈൻ കാണുന്ന ഇംപിഡൻസ്, ട്രാൻസ്മിഷൻ ലൈൻ ഓഫർ ചെയ്യുന്ന ഇംപിഡൻസ്, അതായത് ഇവിടെ നിൽക്കുന്ന ജനറേറ്റർ നോക്കുമ്പം കാണുന്ന ഇംപിഡൻസ് എത്രയാണോ ആ ഇംപിഡൻസിനെ ജനറേറ്റർ ഇവിടെ നിന്ന് നോക്കുമ്പം കാണുന്ന ഇംപിഡൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇൻപുട്ട് ഇംപിഡൻസ്, ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് Z അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L -L. ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് -L എന്ന് പറഞ്ഞാൽ -L ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇൻപുട്ട് ഇംപിഡൻസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് -D ഇതാണ് എങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് -L എന്ന് പറയുന്ന ഇൻപുട്ട് ഇംപിഡൻസ് എത്രയായിരിക്കും? വെരി സിമ്പിൾ, Z0 ZL plus Z0 hyperbolic tan gamma L divided by Z0 plus ZL hyperbolic tan gamma L. Call this equation number 14, and this is the input impedance of a transmission line. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ചെറിയ തോട്ട് വരുന്നത്. നമ്മളുടെ ഗാമ എന്ന് പറയുന്നത് പ്രോപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു, വിച്ച് വാസ് ആൽഫ പ്ലസ് ജെ ബീറ്റ അല്ലേ. സേ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് മീഡിയം ഒരു ലോസ്ലെസ് ആണ് എങ്കിൽ, ഓർ ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് എങ്കിൽ ആൽഫയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 0. അതായത് ഗാമ എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് ഗോയിങ് ടു ബി പ്ലസ് ജെ ബീറ്റ. ഓക്കെ, ആൽഫ പ്ലസ് ജെ ബീറ്റ മാത്രമായി മാറും. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 14 ഫോർ എ ലോസ്ലെസ് മീഡിയ is going to look like Zn is equal to Z0 into ZL plus Z0
hyperbolic tan j beta L divided by Z0 plus ZL hyperbolic tan j beta L. Call this equation number 15. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു സംഭവം കാണുന്നത്. ഈ hyperbolic tan of a imaginary number j beta L എന്ന് പറയുന്നത് is equal to j tan beta L. അതായത് ഈ ഇക്വേഷനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാൻ പറ്റും, which looks like Z input impedance is equal to Z0 into ZL plus J Z0 tan beta L divided by Z0 plus J ZL tan beta L, which is a very important equation, and we call it the input impedance of a transmission line. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇത്, നോട്ട് ചെയ്ത് വെക്കും. അതായത് ഈ ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. നമ്മൾ ഗാമ എന്ന് വിളിക്കുന്നത്, ക്യാപിറ്റൽ ഗാമ എന്ന് വിളിക്കുന്നത് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ലോഡ് ഇംപിഡൻസ് കാരണം വോൾട്ടേജ് എത്രത്തോളം റിട്ടേൺ ആകുന്നു, എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഇറ്റ് ഈസ് V0 മൈനസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്, ദ റേഷ്യോ ടു വാട്ട് വാസ് ഇൻസിഡൻറ്റ്. V0 പ്ലസ് എന്ത് വന്നു, V0 മൈനസ് ഡിവൈഡഡ് ബൈ V0 പ്ലസ് ആണ് നമ്മളുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. V0 മൈനസും V0 പ്ലസും നമുക്ക് നേരത്തെ രണ്ട് ഇക്വേഷൻസിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് പെർട്ടിക്കുലർ വാല്യൂസും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, V0 മൈനസിന് V0 പ്ലസിന്. ഇക്വേഷൻസ് നമ്പർ 6 and 7 വെച്ച് if you just substitute those equations number 6 and 7 into ഗാമ എൽ എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂസ് ഈസ് ദാറ്റ് ഗാമ എൽ ഇസ് ഈക്വൽ ടു ZL മൈനസ് Z0 ഡിവൈഡഡ് ബൈ ZL പ്ലസ് Z0. ഈ ഒരു വാല്യൂ കാണാതെ പഠിച്ചു വയ്ക്കൂ. നമുക്ക് പ്രോബ്ലം സൊല്യൂഷൻസിനും വളരെ അത്യാവശ്യം വരുന്ന ഒരു ഇക്വേഷനായിരിക്കും. ZL മൈനസ് Z0 ഡിവൈഡഡ് ബൈ ZL പ്ലസ് Z0 ആണ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് അറ്റ് ലോഡ് എൻഡ്. അറ്റ് സം അതർ പോയിന്റ്, ഇടയിൽ എവിടെയോ ഉള്ള ഒരു റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ദി ഇക്വേഷൻ ഈസ് ഗോയിങ് ടു ബി at some distance d is reflection coefficient at the load multiplied by e to the power 2 gamma d. ഈ 2 gamma d വരുന്നത് is because it is V0 plus minus എന്ന് പറയുന്നത് is obviously going to travel in the reverse direction. This guy is going to travel in the forward direction. So e to the power minus gamma d എന്ന് പറയുന്നത് goes up, e to the power gamma d into e to the power gamma d 1 by 1 log e to the power minus gamma d. So it is going to be 2 gamma d. That is your relation. എവിടുന്ന ഇത് വന്നു എന്നുള്ളത്. So basically this is going to be the reflection coefficient. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. We call it the standing wave ratio, capital S. Standing wave ratio, the expression is going to be 1 plus the absolute value of reflection coefficient at load divided by 1 minus the absolute value of reflection coefficient at the load. ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബേസ്ഡ് ഔട്ട് ഓഫ് ദീസ് ഇക്വേഷൻസ് നമുക്ക് കുറച്ച് പ്രോബ്ലം സൊല്യൂഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് ബേസ്ഡ് ഔട്ട് ഓഫ് ദീസ് ഇക്വേഷൻസ്. So a quick summary of what we just now discussed is transmission line under transmission line at a particular point D ഉണ്ടാവുന്ന ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇംപിഡൻസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് D, അത് ഫുൾ ലെങ്ത് ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് വിളിക്കും. is going to be this value where gamma takes
the value of r plus j omega, root of r plus j omega l into g plus j omega c, നമുക്കറിയാം അത്. And the reflection coefficient is going to be ZL minus Z0 divided by ZL plus Z0. Wavelength in over 2 pi by lambda, and phase velocity in over is omega by eta. നമ്മൾ നേരത്തെ കണ്ട വാല്യൂസ് ആണ്. ഒരു ലോസി ട്രാൻസ്മിഷൻ ലൈനാണ്. ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അത് ജെ ടാൻ ബീറ്റ ഡി ആയി മാറും, ബിക്കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. ആൽഫ 0 ആയത് കാരണം ദ വാല്യൂ സ്ലൈറ്റ്ലി ചേഞ്ച്, ആൻഡ് അതിനനുസരിച്ച് ദ വാല്യൂ ഫോർ ഗൈഡ് വേവ് ലെങ്ത് ഓൾസോ ചേഞ്ചസ്. 2 pi by ബീറ്റ ആയിരിക്കും, ബട്ട് പീരിയോഡിക് ആയിട്ട് മാറും എന്നുള്ള കാര്യം നമുക്ക് കാണാം. 3 സ്പെസിഫിക് കേസുകളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേസ് 1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ്. ഇഫ് ദ ലോഡ് ഇമ്പിഡൻസ് ഇസ് ഷോർട്ട് സർക്യൂട്ട്, ലോഡ് ഇമ്പിഡൻസിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. വെറുതെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തു. ലോഡ് ഇമ്പിഡൻസ് വയർ വെച്ച് കണക്ട് ചെയ്താൽ ZL is equal to 0. അവിടെ ഇമ്പിഡൻസ് ഒന്നും ഇല്ല, റൈറ്റ്? ഇമ്പിഡൻസ് ഒന്നും ഇല്ല എങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ത് കിട്ടും? 0 മൈനസ് Z0 ഡിവൈഡ് ബൈ 0 പ്ലസ് Z0. ദാറ്റ് ഈസ് മൈനസ് Z0 ബൈ പ്ലസ് Z0 ഓർ -1. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് -1. ദാറ്റ് മീൻസ് ഫുൾ റിഫ്ലക്ഷൻ നടക്കുകയാണ്. ഓക്കെ, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് 1 എന്ന് പറഞ്ഞാൽ ഫുൾ റിഫ്ലക്ഷൻ ആണ്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓക്കെ, അതേപോലെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇക്വേഷനകത്ത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പം ZL 0 ആണ് എങ്കിൽ നമ്മൾ ബാക്കി വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ ടേൺസ് ഔട്ട് ടു ബി JZ0 tan beta L is always imaginary. അതായത് സോഴ്സ് നോക്കുമ്പോൾ ഈ അറ്റത്തിരിക്കുന്ന നമ്മളുടെ സോഴ്സ് നോക്കുമ്പം കാണുന്നത് ഒരു ഇമാജിനറി ഇമ്പിഡൻസ് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഒരു കേസ് 2 ഉണ്ട്. കേസ് 2 പറയുന്നത് ലോഡ് ഇമ്പിഡൻസ് ഇൻഫിനിറ്റി ആണ് എങ്കിൽ, അതായത് ഇതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തേക്കുക, ലോഡ് ഒന്നും കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടുത്തെ ലോഡ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിപ്പോയി, കാരണം അവിടെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. നമ്മളുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഈ കേസിൽ ഇൻഫിനിറ്റി മൈനസ് Z0 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി പ്ലസ് Z0 കനോട്ട് ബി കമ്പ്യൂട്ടഡ്. അതുകൊണ്ട് നമ്മൾ ZL-നെ ഒന്ന് കോമൺ ആയിട്ട് വെളിയിലെടുത്തു പഴയ റൂൾസ് അനുസരിച്ച്. ടേൺസ് ഔട്ട് ദാറ്റ് ഗാമ L is +1. again reflection coefficient is 1. full reflection പരിപാടി അത്ര സുഖമില്ല. ഇൻപുട്ട് ഇമ്പിഡൻസും നമ്മളുടെ ജനറൽ ഇക്വേഷനകത്ത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഇവിടെയും നമുക്കൊരു ഇമാജിനറി ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് കാണുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് transmission line gives you imaginary values for input impedance and very high values for reflection coefficient. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോഡ് ഇമ്പിഡൻസ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് തന്നെയാണെങ്കിൽ, ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ലോഡ് ഇമ്പിഡൻസും ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും സെയിം ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നമ്മുടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്തായി? ലോഡ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക്. സോ Z0 minus Z0 divided by Z0 plus Z0 turns out to be 0 divided by something is 0. അതായത് നോ റിഫ്ലക്ഷൻ ഫ്രം ദ ലോഡ് സംഭവിക്കുന്നു. ഇഫ് ദർ ഇസ് നോ റിഫ്ലക്ഷൻ ഫ്രം ദ ലോഡ്, ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ടേൺസ് ഔട്ട് ടു ബി ഈക്വൽ ടു Z0 തന്നെ. അതായത് സോഴ്സ് ഇവിടുന്ന് നോക്കുമ്പോൾ ലോഡ് ഇമ്പിഡൻസ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആണ് എങ്കിൽ സോഴ്സ് നോക്കുമ്പോൾ കാണുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് തന്നെയാണ്. ഓക്കെ, സോ എൻറ്റയർ ട്രാൻസ്മിഷൻ ലൈൻ പ്ലസ് ലോഡ് ഇമ്പിഡൻസ് കാണുമ്പോൾ ഒരേ വാല്യൂ തന്നെയാണ് കാണുന്നത് സോഴ്സ് നോക്കുമ്പോൾ. ദിസ് ഈസ് റിക്വയർഡ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. റിഫ്ലക്ഷൻ ഒന്നും നടക്കുന്നില്ല, അതായത് സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നു. മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ the condition is load impedance should be equal to characteristic impedance of the transmission line. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ 3 കേസസ്: ഷോർട്ട് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട് ആൻഡ് മാച്ച്ഡ് ലോഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ കണ്ടീഷനെ മാച്ച്ഡ് ലോഡിംഗ് എന്നാണ് വിളിക്കുന്നത്. മാച്ച്ഡ് ലോഡ് ആണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ട്രാൻസ്മിഷൻ ലൈൻ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ലോഡിംഗ് കേസസ്. ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു.